ഹലോ, വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. അപ്പോൾ നമുക്ക് ഇന്ന് ഈസി ആയിട്ടൊരു ഷവായി ചിക്കൻ ഉണ്ടാക്കിയാലോ. ഫസ്റ്റിന് അതാ ഇഞ്ചിയും വെളുത്തുള്ളി നമ്മൾ തൊലിയോട് കൂടി തന്നെ ഇട്ടിട്ടുണ്ട്. പിന്നെ നമുക്ക് സബോള വേണം, പിന്നെ പച്ചമുളക്, ആവശ്യത്തിനുള്ള മുളക് പൊടി, മല്ലിപ്പൊടി, കുരുമുളക് പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടി, ഗരം മസാല, പിന്നെ ജീരകത്തിൻ്റെ പൊടി ഉണ്ടല്ലോ അതും, ആവശ്യത്തിനുള്ള ഉപ്പും ഇട്ട് പിന്നെ കുറച്ച് വിനാഗിരിയും കൂടെ ഒഴിച്ച് മിക്സിയിലിട്ട് നല്ല പേസ്റ്റാക്കി അരച്ചെടുക്കാം. വെള്ളം ഒഴിക്കാൻ മറക്കല്ലേ. എന്നിട്ട് നന്നായിട്ട് പേസ്റ്റാക്കി കണ്ടില്ലേ, ഇതേപോലെ നന്നായിട്ട് അങ്ങ് അരച്ച് നമുക്ക് എടുക്കാം. എന്നിട്ട് നമ്മുടെ ചിക്കൻ ഉണ്ടല്ലോ, ആ ചിക്കനിൽ നമുക്ക് നന്നായിട്ട് മസാല പുരട്ടി കൊടുക്കാം. അപ്പോൾ ഞങ്ങൾ ഈ മസാലയൊക്കെ പുരട്ടുമ്പോൾ നല്ല ചിരിച്ചിട്ടാട്ടോ പുരട്ടിയത്. പിന്നെ ഈ ഒരു കോമഡി പ്രോഗ്രാം ഉണ്ടായിരുന്നല്ലോ, അതിലൊരു കോമഡിയൊക്കെ ഓർത്ത് ഞങ്ങൾ അങ്ങ് ചിരിച്ചിട്ടൊക്കെ ഇങ്ങനെ മസാലയൊക്കെ പുരട്ടി അങ്ങ് ആ ചിക്കനെ നമുക്ക് മാറ്റി വെക്കാം. പെട്ടെന്ന് തന്നെ ഉണ്ടാക്കണ്ട കേട്ടോ, കുറച്ച് നേരം നമുക്ക്, പക്ഷേ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ, റെസ്റ്റ് ഒന്നും വേണ്ട. നമുക്ക് പെട്ടെന്ന് സെറ്റാക്കി എടുക്കാം. പിന്നെ ഒരു അരമണിക്കൂറുണ്ടല്ലോ ചിക്കനൊന്ന് നമ്മൾ കുറച്ച് വിനാഗിരി ഒഴിച്ച് ഉപ്പ് ഇട്ട് വെള്ളത്തിൽ ഇട്ടിട്ടുണ്ടായിരുന്നു, അരമണിക്കൂർ മാത്രം. ഞാനിത് മസാല പുരട്ടി കുക്കറിനകത്തോട്ടിട്ട് 3 വിസിൽ അടുപ്പിച്ചെടുത്തിട്ടുണ്ട്. ഈസി ഷവായി കേട്ടോ, എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം, മസ്റ്റ് ട്രൈ തന്നെയാണ്. പിന്നെ നമ്മുടെ യൂട്യൂബ് ചാനൽ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ, മാക്സിമം സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഇതാ നല്ല ബട്ടർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചിക്കൻ ഇതിനകത്തോട്ട് ഇട്ട് തിരിച്ചും മറിച്ചിട്ട് നല്ല വേവിച്ചെടുക്കാം. പിന്നെ ഈ ചിക്കനകത്ത് കുക്കറിനകത്ത് കുറച്ച് വെള്ളം ഉണ്ടല്ലോ, ആ വെള്ളം കളയില്ല, അത് നമുക്ക് കുറുക്കി എടുക്കണം. അപ്പോൾ ഇതാ ചിക്കൻ ഇങ്ങനെ നമ്മളെല്ലാം ഫ്രൈ ചെയ്ത് എടുത്ത് വെച്ചിട്ടുണ്ട്. കണ്ടില്ല, അടിപൊളി ടേസ്റ്റ് ആട്ടോ, മസ്റ്റ് ട്രൈ തന്നെയാണ്. അപ്പോൾ ഇതാ പറയുമ്പോൾ എല്ലാം തെറ്റി പോകുന്നു. ഇതാ എന്നിട്ട് ഞാൻ പറഞ്ഞില്ല, ആ മസാല നമുക്ക് ഇതുപോലെ എല്ലാ മണ്ടയിലോട്ട് തേച്ച് കൊടുക്കാം. അതിലെല്ലാം നന്നായിട്ട് ആ മസാല പിടിക്കുന്ന പോലെ നമുക്ക് തേച്ച് കൊടുക്കാം. അടിപൊളിയായിട്ട് എല്ലാവരും ട്രൈ ചെയ്ത് കൊടുക്കണം. പെട്ടെന്ന് ഷവായൊക്കെ കഴിക്കാൻ തോന്നിക്കഴിഞ്ഞാൽ സൂപ്പറാട്ടോ. അപ്പോൾ ഇതാ ഞങ്ങൾ പൊറോട്ടയുടെ കൂടെയാണ്. അപ്പോൾ ഇതാ മയണൈസ് ഉണ്ടാക്കിയിട്ടുണ്ട്. ആ പൊറോട്ടയിൽ നിന്ന് ഒരു പീസ് എടുത്ത് ആ ചിക്കൻ നല്ല സോഫ്റ്റായി കണ്ടില്ലേ, തൊട്ടവളെ പറഞ്ഞു വന്നു. എന്നിട്ട് ഇതാ ഷവായിലും കൂടെ മുക്കി അങ്ങ് കഴിക്കുമ്പോൾ ഒന്നും പറയാനില്ല, അടിപൊളിയാട്ടോ. അപ്പോൾ ഞാൻ ഇത് കഴിച്ച് തീർക്കട്ടെ. അപ്പോൾ ഓക്കെ, ബൈ.